ഗബ്രി എവിക്റ്റായ ദിവസം നമ്മളെല്ലാവരും ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൽ കണ്ടതാണ് ജാസ്മിൻ്റെ കരച്ചിലും ജാസ്മിൻ്റെ നാടകവും. എനിക്കതൊരു നാടകമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ഗബ്രി എവിക്റ്റായപ്പം ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഭയങ്കര നാടകമായിരുന്നു. പക്ഷേ അപ്പം നമ്മുടെ ജാസ്മിൻ യഥാർത്ഥത്തിൽ മനസ്സിൽ സന്തോഷിക്കുമായിരുന്നു അല്ലേ. അല്ലാതെ ജാസ്മിന് ഗബ്രി പോയതിൻ്റെ വിഷമം ചെറുതായിട്ടെങ്കിലും കാണാം. അതൊരു നാടകമായിട്ടാണ് ബേസിക്കലി തോന്നുന്നത്. ഇതിപ്പം ഈ ഗബ്രി ജാസ്മിൻ കോംബോ വളരെ നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂടുതൽ ഹേറ്റേഴ്സാണ് ഉള്ളത്. പക്ഷേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പകുതി ഭാഗവും ഉണ്ട്. അപ്പം ജാസ്മിൻ ഇതെല്ലാം നാടകം കളിച്ചത് എന്തിനാണ് എന്ന് എനിക്കിപ്പോഴും കറക്റ്റായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല. ഇനി ഗബ്രി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് അവനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ കോംബോ പിടിച്ചതാണോ? അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഇപ്പം ജാസ്മിൻ അവനെ ഇഷ്ടമുള്ളതായത് കൊണ്ട് തന്നെയാണ് ജാസ്മിൻ അവനായിട്ട് കൂടുതൽ അടുത്തത്. പക്ഷേ അവൻ പോയപ്പം അവളൊരു എക്സ്ട്രാ ഒരു ഓവർ ആക്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലെ സംഭവം. എന്തൊക്കെയായാലും ഗബ്രി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. എനിക്ക് ഗബ്രിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ഗബ്രി ടോപ്പ് 5 തന്നെയാണ്. ജാസ്മിൻ്റെ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി എത്തിയേനെ.